കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിന്റെ കളക്ഷനോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഇപ്പോൾ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ കരുതുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ച് അങ്ങനെ വിടുന്നത് അത്ര നല്ലതല്ല. തിയേറ്ററിൽ നിന്ന് സിനിമ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, തിയേറ്ററിൽ നിന്ന് സിനിമ മാറിയതിന് ശേഷമേ ഇതിൻ്റെ അങ്ങനത്തെ കളക്ഷൻസ് പുറത്ത് വിടാവുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം. പിന്നെ എനിക്ക് തോന്നിയൊരു സജഷൻ കൂടെ പറയാൻ തോന്നിയത്, ഞാൻ അഥവാ കളക്ഷൻ പുറത്ത് വിടുമ്പോൾ കേരളത്തിലെ കളക്ഷൻ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളക്ഷൻസ് ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുനിന്ന് വിടുന്ന കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ സിനിമയുടെ വരുമാനത്തിൽ പെടുന്നത് തന്നെയാണ്. അതും പുറത്ത് വിടേണ്ടതാണ് അങ്ങനെ വിടുവാണെങ്കിൽ തന്നെ. കാരണം അതൊക്കെയല്ലേ അതിൻ്റെ കൃത്യം വലുപ്പം നമുക്ക് അറിയാൻ പറ്റും. ഡയറക്ടർ സർ, ഇപ്പോ മലയാള സിനിമയിൽ തിയേറ്ററിൽ സക്സസ്ഫുൾ ആവുന്ന സിനിമകൾ മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ, പ്രേമലു പോലുള്ള ചുരുങ്ങിയ ബഡ്ജറ്റിൽ എടുക്കുന്ന എന്റർടൈൻമെന്റ് സിനിമകൾ. അപ്പോൾ അത്തരത്തിൽ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ. ഇത്തരത്തിലുള്ള സിനിമകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടുതലാണ്. റൊമാൻസ്, അപ്പോൾ അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ഒരു പ്രൊഡ്യൂസറിനും ഏറ്റവും സേഫ്, കയ്യിലെ പൈസ പോകാതിരിക്കാനും. പക്ഷെ എന്തുകൊണ്ടാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് പോലുള്ള കുറച്ചും കൂടി തീക്ഷ്ണമായ സിനിമകൾ ആദ്യ സിനിമയായിട്ട് തന്നെ ചെയ്ത് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് എവിടെ നിന്നാണ്? അല്ല, ഇതിന്റെ പ്രിമൈസ് കേൾക്കുമ്പോൾ തന്നെ ഇത് പല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ത്രില്ലറായിട്ടും പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ നോക്കിയത് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിനകത്ത് അത് എന്ത് തിയേറ്ററിൽ ഓടും എന്ത് തിയേറ്ററിൽ ഓടില്ല എന്നതിനെ കുറിച്ചൊരു എനിക്കറിയില്ല. പക്ഷെ ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ ഹേമന്ത് ചേട്ടൻ, ഷാജുൻ ചേട്ടന്റെ പ്രൈം ടൈമും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹേമന്ത് ചേട്ടനെ കാണാറുണ്ട്. ഇപ്പോ ഫാസിൽ സാറിന്റെ പടത്തിലൂടെ വരുന്നു, അതിനുശേഷം പിന്നെ ജൂലി എന്നുള്ള പടത്തിലൂടെ കാണുന്നു. ആ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടിവിയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പൊ ഈ ഒരു ന്യൂ ജനറേഷൻ ഇപ്പോ പോത്തേട്ടനൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇപ്പൊ ഔസേപ്പിന്റെ ഒസ്യത്തിലൂടെ വീണ്ടും വരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് ഈ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ മാത്രമേ പടം കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞത് നമ്മൾ നല്ല സിനിമകളുടെ ഭാഗമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇടയ്ക്ക് ഞാൻ ചെയ്ത പല പടങ്ങളും എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് 35 പടം ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്. ഈ തമിഴിലെ 2 മൂവീസ് റിലീസാകുന്നുണ്ട്, മലയാളത്തിൽ 2 മൂവീസ് റിലീസാകുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമകളുടെ ഭാഗമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സിനിമകൾ വരാൻ. ഇപ്പോൾ ഈ സിനിമ എനിക്ക് വന്നു ചേർന്നതാണ്. ഇപ്പോൾ വളരെ ആക്സിഡന്റലി എന്നെ വിളിച്ചാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ലക്കിയൊക്കെ കാണുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം ഞാൻ മിസ്സിംഗ് ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ സിനിമകൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഞാൻ ഒരുപാട് എഫേർട്ട് സിനിമയെക്കാളും ശ്രദ്ധിക്കപ്പെടുന്ന ഇങ്ങനെ സിനിമകളായിരിക്കും. ഇതിലിപ്പോൾ എനിക്ക് എഫേർട്ട് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം എനിക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. പക്ഷെ എൻ്റെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓടെ സിനിമയിലേക്ക് വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ, നല്ല ബാനറിൽ, നല്ല ഡയറക്ടറോട് നോക്കിയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ഞാൻ ചെയ്ത പല പടങ്ങളും ശ്രദ്ധിക്കപ്പെടാണ്ടിരിക്കാൻ പോകാൻ കാരണം ചിലപ്പോൾ ഞാൻ പല സിനിമകളും ഒരു കമ്മിറ്റ്മെന്റ് പോലെ ചെയ്തിട്ടുണ്ടാവും, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം പോലെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ സർവൈവലാണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ഫ്രം നൗ ഓൺവേർഡ്സ് ഞാനിപ്പോ ഇതെന്റെ സിനിമ എന്റെ ഫസ്റ്റ് സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കമ്പാക്ട് ഞാൻ പറഞ്ഞില്ല, പക്ഷേ പുതിയ തുടക്കം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ അങ്ങനെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെ നല്ല സിനിമകൾക്ക് വേണ്ടി മാക്സിമം കാത്തിരുന്ന് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഹേമന്ത് ചേട്ടന്റെ കാര്യത്തിൽ തോന്നിയത് മമ്മൂക്കയൊക്കെ പോലെ ഫിസിക്ക് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ടാണ്. കാരണം അന്ന് കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. എത്ര വർഷമായി മറ്റേ ഫാസിൽ സാറിന്റെ പടം ഇറങ്ങിയിട്ട്? അല്ല, ഞാൻ ആക്ച്വലി എന്റെ ആദ്യ സിനിമ എനിക്ക് 20 വയസ്സേ ഉള്ളൂ. ഞാൻ വളരെ ചെറുപ്പത്തിൽ പടമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചായിരുന്നു, ഭയങ്കരമായിട്ട് ലുക്കൊക്കെ ഭയങ്കര മാറിയിരുന്നു. ഞാൻ എടുത്ത തീരുമാനമാണ്, ശക്തമായ തീരുമാനമാണ്, ഞാൻ ബ്രേക്ക് എടുക്കാം, ഞാൻ ഫിസിക്കലി കംപ്ലീറ്റ്ലി ഫിറ്റ് ആവാം, എൻ്റെ ലുക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ ലുക്ക് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കാം. മീൻസ് എനിക്ക് പറ്റുന്ന ലിമിറ്റിൽ എന്താണ് എൻ്റെ ബെസ്റ്റ് വേർഷൻ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ എനിക്കൊന്നും നല്ലപോലെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പ്രായം കുറെ പിടിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് നമ്മൾ എൻ്റെതായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സിനിമകളിലേക്ക്. നമുക്ക് ഇപ്പോൾ ഈ ഔസേപ്പ് പോലെ സിനിമകൾ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആസ് എൻ ആക്ടർ ഞാനിപ്പോൾ എൻ്റെ ആക്ടിങ് ഞാൻ പണ്ടൊക്കെ വളരെ മീഡിയോക്കർ ആക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ വളരെ ആക്സിഡന്റ് സിനിമയിലേക്ക് വന്നതാണ്, ഒട്ടും പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് വന്നതാണ് ഞാൻ. അപ്പോൾ എനിക്ക് അഭിനയത്തെ കുറിച്ച് ഒന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്നു, ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നു, സിനിമകൾ കാണുന്നു, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പോത്തേട്ടനെയോ അല്ലെങ്കിൽ ഷാജോട്ടിനെയോ അല്ലെങ്കിൽ കുട്ടിയേട്ടനെ കിട്ടും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഞാൻ കുറേ വെറുപ്പിച്ചിട്ടുണ്ട് കുട്ടിയേട്ടനൊക്കെ, കാരണം അവിടെ നിന്ന് കിട്ടും എന്ന് അറിയാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പോത്തേട്ടനൊക്കെ ഇപ്പോൾ
ചിലത് പറയാൻ ഞാൻ ആലോചിക്കാറ് ഇതാണ് ബോധനം ബ്രില്യൻസ്. ഞാൻ എനിക്ക് ആലോചിക്കാറുണ്ട്. പുള്ളി വളരെ കാഷ്വലി പറഞ്ഞു തരുന്നതായിരിക്കാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാക്സിമം അറിവുകൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ കോ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ മാക്സിമം അറിവുകൾ നേടിയിട്ടും സിനിമകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ആക്ടിങ് വർഷം ചെയ്തിട്ടും ഞാൻ എന്നെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നല്ല സിനിമകളൊക്കെ വരുന്നത് പ്രതീക്ഷിക്കുന്നു. നോക്കാം.